എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് GS3 റോബോട്ടിക് മ്യൂൾസ് ജോയിൻ ആർമി ഡ്രോൺസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെൻസ് ഉണ്ട് ഇവാലുവേഷൻ. അപ്പം നമ്മുടെ ഈ ആഫ്റ്റർ ദിസ് 2020 ക്ലാഷ് ചൈനീസ് ഫോഴ്സസും ഇന്ത്യൻ ഫോഴ്സസും ആയിട്ടുള്ള ക്ലാഷിന് ശേഷം ആർമി ആക്ച്വലി നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ടെക് പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു റോബോട്ടിക് മ്യൂൾസ് എന്ന് പറയുന്ന റോബോട്ട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 100 മ്യൂൾസിനെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യസ് ഡിഫൻസ് എക്സ്പോർട്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ലോ, ഇത് ഇപ്പം കറണ്ട് കേസിൽ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെയൊക്കെ ബേസിസിൽ ഇന്ത്യ അർമേനിയ അസർബൈജാനിലോട്ടൊക്കെ ആകാശ് മിസൈൽസ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്കിതൊരു ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നമ്മുടെ എഡിറ്റോറിയൽ കഴിഞ്ഞിട്ടുള്ള ഒരു സെഷനിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്യുവർ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിക്കിളും കൂടിയാണ്. ഓക്കെ, ഇത് വർക്കിംഗ് വുമൻസ് ഡബിൾ ഷിഫ്റ്റ്, അതായത് ഒരു വർക്കിംഗ് വുമണിനെ സംബന്ധിച്ചോളം ആ ഒരു വ്യക്തി ഒരു ദിവസം മൊത്തം വർക്ക് ചെയ്യും ഓഫീസിൽ, അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഡൊമസ്റ്റിക് വർക്ക് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് GS2 സോഷ്യൽ ജസ്റ്റിസ് വുമൺ, നമുക്കറിയാം വുമൺ എംപവർമെൻറ്റ്, അതുപോലെ തന്നെ ചൈൽഡ് കെയർ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇതൊക്കെ നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ ഉള്ളത് വാട്ട് ഈസ് കാലിഫോർണിയാസ് ന്യൂ ആൻറ്റി ഡീപ് ഫേക്ക് ബിൽ ആൻഡ് ക്യാൻ ഇറ്റ് സ്റ്റോപ്പ് മാനിപ്പുലേറ്റഡ് പൊളിറ്റിക്കൽ ആഡ്സ്. അപ്പോൾ ഇത് ആക്ച്വലി US എലക്ഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഡീപ്പ് ഫേക്ക് പൊളിറ്റീഷ്യൻസിൻ്റെ ഡീപ്പ് ഫേക്സ് ഒക്കെ വരുന്നു. അപ്പോൾ ഡീപ്പ് ഫേക്സ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ തന്നെ റിയൽ ഫോട്ടോ അല്ലാതെ വേറൊരു രീതിയിൽ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് അയാളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, മോർഫ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ടെക്കിനെയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. അത് US എലക്ഷൻ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഡീപ്പ് ഫേക്കുകൾ എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആണ് അല്ലെങ്കിൽ എത്രത്തോളം സോഷ്യൽ റിലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് എന്നും കൂടി മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഡീപ്പ് ഫേക്സ് ഈവൻ ദോ അതൊരു നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് പോയിൻറ്റ്സ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണ്. റോബോട്ടിക് മ്യൂൾസ് ജോയിൻ ആർമി ഡ്രോൺസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെൻസ് അണ്ടർ ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമീസ് ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് ഇറ്റ്സ് ലോജിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ഹാസ് ബീൻ ദ ഇൻഡക്ഷൻ ഓഫ് റോബോട്ടിക് മ്യൂൾസ് ആൻഡ് ദ ഇവാലുവേഷൻ ഓഫ് ഡ്രോൺസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് high altitude tents. These technological innovations are crucial for operations in extreme environments such as the Siachen Glacier and the eastern Ladakh, where both the terrain and weather present significant challenges. For deployment of advanced robotic systems, drones and high altitude gears marks a step forward in ensuring that India's military can maintain a strategic advantage in these regions, especially amid ongoing tensions with China. ഓക്കെ, അപ്പം നമുക്കറിയാം ചൈനീസ് പെർസ്പെക്റ്റീവിൽ കുറച്ച് ചൈനയായിട്ട് നമുക്ക് ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പെർസ്പെക്റ്റീവിൽ നമ്മുടെ ലോജിസ്റ്റിക്കൽ, അതായത് മിലിറ്ററി പരമായിട്ടുള്ള ലോജിസ്റ്റിക് സിസ്റ്റംസ് എല്ലാം പ്രോപ്പർ ആക്കാനായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണിത്. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇൻഡക്ഷൻ ഓഫ് റോബോട്ടിക് മ്യൂൾസ്. ഓക്കെ, ഏകദേശം ഇപ്പോൾ നമ്മൾ ഇമേജ് നോക്കുകയാണെങ്കിൽ ഇതാണ് റോബോട്ടിക് മ്യൂൾ എന്ന് പറയുന്ന റോബോട്ട്. അപ്പം അത് ഓൾ ടെറൈൻ അല്ലെങ്കിൽ ഓൾ വെതർ ഗ്രൗണ്ട് റോബോട്ടും കൂടിയാണ്. അപ്പോൾ ഇത് 100 റോബോട്ടിക് മ്യൂൾസിനെയാണ് നമ്മൾ ഇൻഡക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ഹൈ എൻഡ്യൂറൻസ് ആണ്, അജൈലായിട്ടുള്ളതാണ്, ഓൾ വെതർ ഗ്രൗണ്ട് സപ്പോർട്ടാണ് ഇതിന് കൊടുക്കുന്നത്. സ്റ്റേഴ്സ് ക്ലൈം ചെയ്യാം, സ്റ്റീപ്പ് ഹിൽസ്, അതുപോലെ തന്നെ എല്ലാ ഒബ്സ്റ്റക്കിൾസും കവർ ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏബിൾ ടു ക്യാരി അപ് ടു 15 കിലോഗ്രാം ഓഫ് പേലോഡ്. ഓക്കെ, ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ചാൽ ട്രൂപ്പ് മൂവ്മെൻറ്റ്സിൽ ലോജിസ്റ്റിക്സ് അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടും ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിലോട്ട് ക്ലൈം ചെയ്യാനൊക്കെ ആവശ്യമുള്ള ഒരു റോബോട്ടാണത്. ഓക്കെ, പിന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗിയർ, ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലെ ഡ്രസ് കോഡ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സിലെ ഇന്നോവേഷൻസ് പറയുന്നത് ഒന്ന് ന്യൂ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെൻസ് ആണ്, ഡെവലപ്പ് ബൈ DTech 360 ഇന്നോവേഷൻസ് നോൺ ആസ് പീക്ക് പോഡ്സ്. ഓക്കെ, ഇതെന്താണ് സബ്സീറോ ടെമ്പറേച്ചേഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ടെൻ്റാണ്. ടെസ്റ്റഡ് ഇൻ ലൊക്കേഷൻസ് ലൈക്ക് ലേ, ഡുർബക്,
ഡാറ്റാൽ ബെഗ് ഓൾഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് യൂസ് ചെയ്യാനുള്ള ക്ലോത്തിങ് ആണ്. എക്സ്ട്രീം കണ്ടീഷൻസ് ഇൻ സിയാച്ചിൻ ആൻഡ് അതർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷൻസ് നെസസിറ്റേറ്റ് സ്പെഷ്യലൈസ്ഡ് ക്ലോത്തിങ് ആൻഡ് ഹാബിറ്റാറ്റ്. പിന്നെ ഡ്രോൺ ഇവാലുവേഷൻസ് ആണ്. ഡ്രോൺ ആക്ച്വലി അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നേ ഉള്ളൂ. ഡ്രോൺസിൻ്റെ ട്രയൽസ് അണ്ടർഗോയിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലോജിസ്റ്റിക്കൽ ആൻഡ് കോമ്പാറ്റ് ഓപ്പറേഷൻസിന് ഡ്രോൺസിനെ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, സ്ട്രീം ലൈൻ ചെയ്യുകയാണ് ഇതിൻ്റെ സപ്പോർട്ട് ഇൻ റിമോട്ട് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷൻസിൽ ഇതിൻ്റെ യൂസ് സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എമർജൻസി പ്രൊക്യൂർമെൻറ്റ്സ്, അതായത് ആർമീസ് പ്രൊക്യൂർമെൻറ്റ് ഈസ് പാർട്ട് ഓഫ് ദ 4th tranche ഓഫ് എമർജൻസി പ്രൊക്യൂർമെൻറ്റ്സ്. ഇപ്പോൾ ഇത് ഏകദേശം 300 crore കോൺട്രാക്റ്റാണ്. പോസ്റ്റ് 2020, എസ്പെഷ്യലി ആഫ്റ്റർ ദ സ്റ്റാൻഡ് ഓഫ് വിത്ത് ചൈന, ഇന്ത്യാസ് ആർമി ഹാസ് ബീൻ ഫോക്കസിങ് ഓൺ ഇന്നോവേഷൻസ് ടൈലേർഡ് ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ് കോമ്പാറ്റ്. സിയാച്ചിൻ ഗ്ലേഷ്യർ ആണെങ്കിലും അവിടെയൊക്കെ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ പ്രസൻസ് ആണ്, ആർമിയുടെ ഹ്യൂമൻ പ്രസൻസ് ആണ് അവിടെ ഉള്ളത്. അവിടെ കുറച്ചുകൂടി ഒരു ടെക് പരമായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ചുകൂടി ഇന്നോവേഷൻസ് കൊണ്ടുവരുവാണെങ്കിൽ ആ റീജിയനിലെ സെക്യൂരിറ്റി, ബോർഡർ സെക്യൂരിറ്റി നമുക്ക് പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഡിഫൻസ്. The innovations ensure that the army can operate efficiently in unstructured, harsh environments, especially for maintaining a strong defense posture in contentious areas like eastern Ladakh. Okay, നമ്മളതിൻ്റെ കൺക്ലൂഷൻ വരുവാണെങ്കിൽ the induction of robotic mules and the ongoing evaluations of drones and specialized gear represent a significant leap in the Indian Army's preparedness for high altitude warfare. These advancements not only ensure enhanced mobility and logistical support, but also reaffirm India's strategic focus on maintaining operational superiority in extreme terrains such as the Siachen Glacier and the line of actual control with China. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകുമ്പോഴേക്കും ഇന്ത്യാസ് ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ കേസിലാണെങ്കിൽ ഡിഫൻസ് എക്സ്പോർട്ട് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ലോ ആണ്. ഇപ്പോൾ ഇതിൻ്റെ കോൺടാക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ എയിമിംഗ് ടു ബിക്കം എ കീ ഗ്ലോബൽ ഡിഫൻസ് എക്സ്പോർട്ടർ ഈസ് അണ്ടർ സ്ക്രൂട്ടണി ഫോർ ഇറ്റ്സ് ആം സെയിൽസ് ഇൻ കോൺഫ്ലിക്റ്റ് ഏരിയാസ്. അപ്പം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തായിരുന്നു. അതെന്താണ്, ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്താണ് ഇസ്രായേലിനൊക്കെ കൊടുക്കുന്നത്, അത് പോസിബിൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓൾദോ ഡിസ്മിസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട്, ദ കേസ് ഹൈലൈറ്റഡ് ഇന്ത്യാസ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ഒബ്ലിഗേഷൻസ് ആൻഡ് ദ നീഡ് ഫോർ സ്ട്രോങ്ങർ ലീഗൽ ഫ്രെയിംവർക്സ് ഫോർ ഡിഫൻസ് എക്സ്പോർട്സ്, എസ്പെഷ്യലി വെൻ കമ്പയർഡ് ടു സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഇൻ കൺട്രീസ് ലൈക്ക് UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ ഉള്ളൊരു ന്യൂസാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസിലൊക്കെ ഒബ്ലീജ്ഡ് ആകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയലും കൂടിയാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ആംസ് എക്സ്പോർട്ട്. ഫോർ മെനി കൺട്രീസ് സച്ച് ആസ് UK ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ പ്രൊഹിബിറ്റ് എക്സ്പോർട്ട് ഓഫ് മിലിറ്ററി എക്യുപ്മെൻറ്റ് if there is a clear risk that it may contribute to violations of human rights laws. Okay. Recent cases include Netherlands blocking F-35 fighter jets parts to Israel and the UK renewing Israel's compliance with these laws during Gaza conflict. അപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ലീഗൽ ഫ്രെയിംവർക്ക് എന്താണ്? ഒന്ന്, ഇന്ത്യാസ് ആംസ് എക്സ്പോർട്ട് ആർ ഗവർൺഡ് ബൈ ദ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആക്ട് 2005. അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി എക്സ്പോർട്ടുകളെയൊക്കെ ഗവൺ ചെയ്യുന്ന ഒരു ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആക്ട് 2005 ആണ്. ദ ഫോറിൻ ട്രേഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992, which empower the government to regulate the export of defense equipment. However, these laws don't explicitly require an assessment of the importing country's compliance with international humanitarian law before approving exports. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഏതിൻ്റെ പാർട്ടാണ്? ഇന്ത്യ ഒന്നിൻ്റെ പാർട്ടല്ല. ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നേറ്ററി ടു ദ ആംസ് ട്രേഡ് ട്രീറ്റി വിച്ച് എസ്റ്റാബ്ലിഷസ് ക്ലിയർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ആം ട്രാൻസ്ഫേഴ്സ് including a prohibitions on exports that could lead to international humanitarian law violations. Okay, as a signatory of the Geneva Conventions, India has an obligation. Geneva Conventionൽ ഇന്ത്യ ഒരു സിഗ്നേറ്ററി ആണ്, പക്ഷേ ആംസ് ട്രേഡ് ട്രീറ്റിയിൽ ഇന്ത്യ ഒരു സിഗ്നേറ്ററി അല്ല എന്ന് കൂടി ഓർത്തിരിക്കുക. Has an obligation under international humanitarian law to prevent the use of its weapons in conflict where ഈ ഹ്യൂമാനിറ്റേറിയൻ ലോസ് ഉള്ള സ്ഥലങ്ങളിൽ വെപ്പൺസ് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കേണ്ടത് ഒരു ഒബ്ലിഗേഷനാണ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലീഗൽ അമെൻമെൻറ്റ്സിൻ്റെ നീഡ് എന്താണ്? അപ്പം ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് ലീഗൽ ഫ്രെയിംവർക്ക് ഷുഡ് ബി അമെൻഡഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ഇൻകോപ്പറേറ്റ് പ്രൊവിഷൻസ് എൻഷുറിംഗ് ദാറ്റ് ഡിഫൻസ് എക്സ്പോർട്സ് ഷുഡ് കംപ്ലൈ വിത്ത് ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ. ഓക്കെ, ദിസ് വുഡ് നോട്ട് ഓൺലി എൻഹാൻസ് ഇന്ത്യസ് ക്രെഡിബിലിറ്റി ആസ് എ ഡിഫൻസ് എക്സ്പോർട്ടർ ബട്ട് ഓൾസോ അലൈൻ ഇറ്റ്സ് പ്രാക്ടീസസ് വിത്ത് ഗ്ലോബൽ നോം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇന്ത്യസ് ഗ്രോയിങ് റോൾ ഇൻ ഡിഫൻസ് എക്സ്പോർട്സ് കംസ് വിത്ത് ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റി അണ്ടർ ഇൻ്റർനാഷണൽ ലോ. While current legal framework allows the government significant discretion in export decisions, അതായത് നമുക്ക് തോന്നുന്ന പോലെ നമ്മുടെ ഒരു ഡിസ്ക്രിഷണറി പവർ അനുസരിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു കേസിൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ് ഉള്ള കോൺഫ്ലിക്റ്റുകളിൽ പോലും നമ്മൾ പാർട്ടാകേണ്ടി വരും. നമ്മുടേതല്ലാത്ത യുദ്ധങ്ങളിൽ നമ്മൾ പങ്കുകാരാകും. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ നീഡ് ടു സ്ട്രെങ്തൻ ദി സിസ്റ്റം ബൈ ഇൻകോപ്പറേറ്റിംഗ് ക്ലിയർ ഗൈഡ് ലൈൻസ് ദാറ്റ് അസസ് ദ റിസ്ക് ഓഫ് ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ് violations by recipient countries. By doing so, India can establish itself as a responsible defense exporter on the global stage. ഓക്കെ, അപ്പം അതായിരുന്നു ഡിഫൻസ് എക്സ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ വർക്കിംഗ് വുമൻസ് ഡബിൾ ഷിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ ഇഷ്യൂ ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റി in labor, particularly the invisible burden of domestic work on working women, has gained significant attention in recent years. In India, the scenario is stark, with professional women not only excelling in their careers but also shouldering a disproportionate amount of domestic responsibilities. This dual burden, often referred to as a double shift, presents unique challenges that impact the overall well-being and societal participation of women. This article explores the social economic context, challenges and potential policy solutions to address this pressing issue. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലാണെങ്കിലൊക്കെ അമ്മമാർ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്താണ് വീട്ടുജോലിയെല്ലാം ചെയ്യും അല്ലേ, ഫുഡ് ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഡബിൾ ബേർഡൻ എന്നുള്ളൊരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണിത്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, എന്ന് വെച്ചാൽ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇന്ത്യൻ വുമൻ, പെർട്ടിക്കുലർലി ദോസ് ഇൻ ഡിമാൻഡിങ് പ്രൊഫഷണൽ റോൾസ് സച്ച് ആസ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ IT, മീഡിയ വർക്ക് മോർ ദാൻ 55 hours per week, translating to 9 to 11 hours daily depending on the work week structure. പിന്നെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇൻ അഡീഷൻ ടു ദെയർ പ്രൊഫഷണൽ ഡ്യൂട്ടീസ്, employed women spend an additional 5 to 6 hours daily on unpaid household work. This leaves them with only 7 to 10 hours of rest, which includes sleep or leisure. അപ്പം ഒരു ദിവസം പകുതി കൂടുതൽ എന്താണ് വർക്ക് ആണ്, പിന്നെയുള്ള ടൈം അവർ ഉറങ്ങാനുള്ള ടൈമുണ്ട്, അതുപോലെ തന്നെ വീട്ടിലുള്ള ഡൊമസ്റ്റിക് റോൾസിനുള്ള ടൈമായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ജെൻഡർ ഡിസ്പാരിറ്റീസ് ആണ്. ദ ഡേറ്റ ഷോസ് എ സ്റ്റാർക്ക് ഡിഫറൻസ് ഇൻ ദ ടൈം സ്പെൻഡ് ഓൺ ഡൊമസ്റ്റിക് ജോബ്സ് ബിറ്റ്വീൻ എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് വുമൻ, വിത്ത് ഫോമർ സ്പെൻഡിങ് സിഗ്നിഫിക്കൻ്റ്ലി ലെസ് ടൈം വൈൽ സ്റ്റിൽ മോർ ദാൻ ദെയർ മെയിൽ കൗണ്ടർ പാർട്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ടൈം പോവർട്ടിയാണ്. വുമൺ വർക്കിംഗ് ലോങ് അവേഴ്സ് in professional jobs are left with minimal time for rest and personal care. When this time poverty affects their physical and mental health, leading to issues such as chronic stress, burnout, പിന്നെ ഡിക്രീസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ചാലഞ്ചസും ഉണ്ടാകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെയാണ് സൊസൈറ്റിയൽ എക്സ്പെക്റ്റേഷൻ. അതായത് എന്താണ്, ട്രഡീഷണൽ ജെൻഡർ റോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് സോഷ്യോളജി പെർസ്പെക്റ്റീവിലൊക്കെ ആഡ് ചെയ്യാം. സോഷ്യോളജി ഓപ്ഷണൽ എടുത്ത ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേക്കൊക്കെ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ട്രഡീഷണൽ ജെൻഡർ റോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് പ്രൈമർലി വുമൻ്റെ ഒരു ഏരിയ ആണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സുണ്ട്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റ്സ്. ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും വീട്ടിലെ കാര്യം സ്ത്രീ തന്നെ നോക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ്. ഓക്കെ, മാരീഡ് വുമൺ ഓർ ദോസ് ഇൻ റിലേഷൻഷിപ്സ് എസ്പെഷ്യലി സ്പെൻഡ് മോർ ടൈം ഓൺ ഡൊമസ്റ്റിക് ചോർസ് compared to their unmarried counterparts, further exacerbating this disparity. പിന്നെ regional disparities ഉണ്ട്. The participation of women in domestic work varies significantly across states and between urban and rural areas. In states, over 40% of women are employed, but only a small fraction engage in unpaid domestic work, indicating a widespread imbalance in gender roles across the country. Okay,
അപ്പം പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിസി ഇൻ്റർവെൻഷൻസ് ആണ്. ഇംപ്ലിമെൻറ്റ് പോളിസീസ് പ്രൊമോട്ടിംഗ് വർക്ക് ലൈഫ് ബാലൻസ് സച്ച് ആസ് ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, പേരൻ്റൽ ലീവ് വേണം പേരൻസിന്, പിന്നെ പ്രൊവിഷൻ ഓഫ് അഫോർഡബിൾ ചൈൽഡ് കെയർ സർവീസസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്കറിയാം, ഒന്ന് വർക്ക് ലൈഫ് ബാലൻസ് ഒരു കീവേഡാണ്, പിന്നെ ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, പിന്നെ പേരൻ്റൽ ലീവ് കൊടുക്കണം, പിന്നെ ചൈൽഡ് കെയർ സർവീസസ് അഫോർഡബിൾ, പിന്നെ സ്ട്രെങ്തൻ ലീഗൽ ഫ്രെയിംവർക്സ് ടു എൻഫോഴ്സ് equal pay and protect women's right in the workplace, ensuring that women are not penalized for taking time off for caregiving duties. ഓക്കെ, പിന്നെ വർക്ക് പ്ലേസിലെ സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി ഷുഡ് ഓഫർ സപ്പോർട്ട് സിസ്റ്റംസ് ലൈക്ക് ഓൺസൈറ്റ് ആയിട്ട് ചൈൽഡ് കെയർ കൊടുക്കുക, വെൽനെസ് പ്രോഗ്രാംസ് കൊടുക്കുക, മെൻ്റൽ ഹെൽത്ത് റിസോഴ്സസ്, അതായത് വുമണിന് ഈ രണ്ട് റെസ്പോൺസിബിലിറ്റീസും നമുക്ക് പെട്ടെന്നൊന്നും സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ വാട്ട് വി ക്യാൻ ഡു ഇസ് ദറ്റ് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റംസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം വർക്ക് പ്ലേസിൽ വുമണിന് കുറച്ചുകൂടെ വോയിസ്, അവരുടെ പ്രശ്നങ്ങൾ ഹിയർ ചെയ്യാനായിട്ട് കൗൺസിലിംഗ് സെഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, വർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ എൻകറേജിങ് റിമോട്ട് വർക്ക് ഓപ്ഷൻസ് ആൻഡ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ സ്ട്രെസ് അസോസിയേറ്റഡ് വിത്ത് ബാലൻസിങ് പ്രൊഫഷണൽ ആൻഡ് ഡൊമസ്റ്റിക് റോൾസ്. പിന്നെ കൾച്ചറൽ ചേഞ്ച് ആണ്. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ് are crucial in challenging and changing traditional gender norms. Encourage greater participation of women in domestic responsibilities through targeted social campaigns and role modeling. പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് ഗവൺമെൻറ്റൽ സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിഷ്യേറ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ് ദാറ്റ് ഓഫർ സപ്പോർട്ട് സർവീസസ് സച്ച് ആസ് ഷെയർഡ് ചൈൽഡ് കെയർ, എൽഡർ കെയർ ഫെസിലിറ്റീസ് ആൻഡ് ഹൗസ് ഹോൾഡ് ഹെൽപ്പ് എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. പിന്നെ government schemes can provide subsidies for domestic help or create incentives for shared household responsibilities among family members. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണേലും മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഞാനൊരു ബേസിക് പൈപ്പ് ലൈൻ കൊടുക്കുകയാണ്. ഇന്ത്യൻ വർക്കിംഗ് വുമൺ ഫേസ് ദ ചാലഞ്ച് ഓഫ് ബാലൻസിങ് ഡിമാൻഡിങ് ഏരിയസ് വിത്ത് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, which often leads to stress and limited trust. To create a more equitable society, it's essential to promote shared domestic responsibilities, offer flexible work options, and support work-life balance. By addressing these issues, you can ensure a healthier, more balanced life for women, allowing them to excel both at work and at home. Okay. പിന്നെ ഉള്ള ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആൻറ്റി ഡീപ്പ് ഫേക്ക് ബില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. കാലിഫോർണിയയിലുള്ള ഒരു ബില്ല് തന്നെയായിരുന്നു. പക്ഷേ നമുക്കിത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, റെലവൻസ് ടു ഇന്ത്യ എന്താണ്? ഇന്ത്യ, ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി, ഫേസസ് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ് വിത്ത് മിസ്ഇൻഫർമേഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് ഇലക്ഷൻസ്. ആസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ബിക്കം മോർ പ്രെലവൻറ്റ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ, ദ റിസ്ക് പോസ്ഡ് ബൈ ഡീപ്പ് ഫേക്സ്, അതായത് മോഫ്ഡ് ആയിട്ടുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ഇപ്പം പൊളിറ്റീഷ്യൻസ് പറയുന്നത് അവർ ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ അവരുടെ വോയിസിലും അവരുടെ ഇമേജിലും മെസ്സേജസ് സ്പ്രെഡ് ആകുന്നത്. ഓക്കെ അപ്പം ദാറ്റ് are digitally manipulated to deceive viewers are growing. California's legislation on deepfakes is not just important for the US but holds valuable lessons for India as well. Okay, അപ്പോൾ ഒന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് democratic integrity. Deepfakes pose a significant threat to the integrity of elections by spreading misinformation and misleading voters. India's democratic process can benefit from similar legislation to safeguard against such digital threats. Need for tailored regulations ആണ്. California's focused approach to regulating deepfakes highlights the importance of specific laws in India to address AI-driven challenges, ensuring a robust legal framework that keeps pace with technological advancements. പിന്നെ ensuring transparency ആണ്. Clear labeling of AI-generated content as required by California's law is crucial in a diverse democracy like India to prevent voters from being deceived by manipulated media during elections. പിന്നെ അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എബിലിറ്റി ടു എൻഫോഴ്സ് ആക്ഷൻസ് എഗെയിൻസ്റ്റ് സ്പ്രെഡിങ് ഡിസെപ്റ്റീവ് കണ്ടന്റ് ഈസ് വൈറ്റൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെ ലീഗൽ മെഷേഴ്സ് കൊണ്ടുവരണം. ഇന്ത്യ ക്യാൻ അഡോപ്റ്റ് സിമിലർ മെഷേഴ്സ് ടു ഹോൾഡ് ഇൻഡിവിജ്വൽസ്
ആൻഡ് ഓർഗനൈസേഷൻസ് അക്കൗണ്ടബിൾ ഫോർ യൂസിങ് ഡീപ് ഫേക്സ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. പിന്നെ സ്ട്രെങ്തനിങ് സൈബർ സെക്യൂരിറ്റിയാണ്. ഡീപ് ഫേക്സ് ആർ ഓൾസോ എ സൈബർ സെക്യൂരിറ്റി കൺസേൺ. Learning from California's legislation can help India fortify its digital defenses, protecting the country from harmful AI technologies that could destabilize its social and political fabric. ഓക്കെ, അപ്പം അതാണ് നമുക്കൊരു ഡീപ് ഫേക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മെയിൻസിലൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ ടാർഗറ്റ് ചെയ്തുള്ള ഡീപ് ഫേക്കുകൾ അല്ലെങ്കിൽ AI ത്രെറ്റ്സ് ഒക്കെ വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളൊരു പോയിന്റ് നമുക്ക് ഇതിൽ നിന്ന് കവേർഡ് ആവും. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.